ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് എത്തിയത് തംബ്നെയിലിൽ കണ്ട മാതിരി തന്നെ നമ്മുടെ യൂട്യൂബ് വൈറലായിക്കൊണ്ടിരുന്ന ഒരു സിനിമാറ്റിക് നോവലായിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അതിലെ ഡയലോഗുകൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, എന്താണ് ഈ ബുക്കിനകത്ത് ഇത്രയും. എല്ലാവരും ഈ ബുക്ക് വാങ്ങി വായിക്കുന്നു, ഈ ബുക്ക് ഇങ്ങനെ എടുത്തിട്ടുള്ള സ്റ്റാറ്റസ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു ത്വര വന്നു. എന്തെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങി വായിക്കണമെന്ന്. കഥകളും ഇതിൻ്റെ എന്തൊക്കെ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പല യൂട്യൂബ് ചാനലുകളിലും ഉണ്ട്. എന്നാലും ഞാനതൊന്നും കണ്ടില്ല. കാരണം എന്താ, ഇത് വായിച്ചിട്ട് തന്നെ ഇത് എന്താണെന്നുള്ളത് അറിയണമെന്ന് എനിക്കൊരു ആകാംക്ഷ, ഒരു ആഗ്രഹമായിരുന്നു. തെറ്റിപ്പോയി, ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഒമാനിൽ പല ലുലു മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഞാനിത് തിരഞ്ഞു നടന്നു. പക്ഷേ എനിക്കിത് കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ അവിടെ ഉപേക്ഷിച്ചു. നീണ്ട ഒരു വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോയി തിരികെ വരുന്ന സമയത്താണ് പിന്നെ എനിക്കിത് ഓർമ്മ വന്നത്. അയ്യോ, ഞാൻ ഇങ്ങനൊരു ബുക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നല്ലോ, പക്ഷെ വാങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് ആലോചിച്ചത്. അപ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ മാതിരി തന്നെ എയർപോർട്ടിൽ ഞാൻ ബുക്ക് സ്റ്റാളിൽ ഈ ബുക്ക് കണ്ടത്. ഒന്നും നോക്കിയില്ല, പോയി ഇതിൻ്റെ വില നോക്കി. 399 രൂപ. ഇനി എയർപോർട്ടിലായതുകൊണ്ട് ഇതിൻ്റെ വില കൂടുതലാണോ അറിയൂല. നിങ്ങളാരെങ്കിലും ഈ ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 399 രൂപയ്ക്ക് തന്നെയാണോ വാങ്ങിയത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതിനുശേഷം ഞാൻ ഈ ബുക്ക് വാങ്ങിയ അന്നേരം മുതൽ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്രതീക്ഷകളാണ്. റാം കെയർ ഓഫ് ആനന്ദി 2 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം എന്നാണ് ഇതിൻ്റെ മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ അവരുടെ ഈ നോവലിൻ്റെ ഒരു ചെറു ലഘു വിവരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആകാംക്ഷയോടെ വീട്ടിലെത്തിയ അന്ന് തന്നെ ഞാൻ വായിച്ചത് റാം കെയർ ഓഫ് ആനന്ദി. നിങ്ങളെല്ലാവരും അല്ല, എൻ്റെ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് എത്തുന്ന ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിത് വാങ്ങുന്നതൊന്നും എടുത്തിട്ടില്ല. സംഭവം നമ്മൾ മറന്നുപോയി, അതാണ് സത്യം. വേറൊന്നുമില്ല അതിൽ പറയാൻ. അങ്ങനെ ഞാൻ ഈ റാം കെയർ ഓഫ് ആനന്ദി വീട്ടിലെത്തിയ അന്ന് തന്നെ വായിച്ചു തുടങ്ങി. 2 ദിവസം കൊണ്ട് ഞാൻ ഇരുപ്പിൽ വായിച്ചു തീർത്ത് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന അഖിൽ പി ധർമ്മജൻ്റെ ഈ മനോഹരമായ സിനിമാറ്റിക് നോവൽ ഞാൻ വായിച്ചു തീർത്തു. 320ഓളം പേജുകൾ വരുന്ന ഈ ബുക്ക് 2 ദിവസം എടുത്തുകൊണ്ടാണ് ഞാൻ വായിച്ചത്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം ഫുൾ ഡേ ഇതിൽ തന്നെ ഇരുന്ന് വായിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന പോലെ വായിച്ച് തീർത്ത് ഞാൻ. എന്തായാലും ആ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പരിമിതമായ സമയങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിലും ഞാനിത് വായിച്ച് തീർത്തു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് എൻ്റെ ഒരു അനുഭവം, അത് നിങ്ങളോടത്ത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഇത് വായിക്കുമ്പോൾ ഈ പുസ്തകം ഞാൻ അങ്ങനെ വായിക്കുന്ന ആളൊന്നല്ല. ഞാൻ ആകെ വായിച്ചിട്ടുള്ളതെന്ന് പറയാൻ ബെന്യാമിൻ്റെ ആടുജീവിതമാണ്. ഇതേപോലെ തന്നെ ഒന്നും വായിച്ചിട്ടില്ല, ഫുൾ വായിച്ച് തീർത്തിട്ടില്ല. പിന്നെ നമ്മുടെ മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം, ഇത്. അങ്ങനെ ഈ 2 നോവലുകൾ മാത്രമേ ഞാൻ വായിച്ച് തീർത്തിട്ടുള്ളൂ മുഴുവനായിട്ട്. കാരണം ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്ന സമയം ലൈബ്രറികളിൽ നിന്നൊക്കെ വാങ്ങി ഒരു 2-3 പേജ് നോക്കുക, അവിടെ വെക്കുക, അങ്ങനെയുള്ളൊരിതായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കോളേജ് ലൈഫിലൊക്കെ എത്തിയതിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഫോൺ എന്ന് കടന്നു വന്നു, അന്ന് പിന്നെ നമ്മൾ ഫോണിൽ യൂട്യൂബ് വീഡിയോസ്, ഇൻസ്റ്റാ റീൽസ്, അങ്ങനെ പലതരം വീഡിയോകളും സിനിമകളും ഇതൊക്കെ കണ്ടിരിക്കുക എന്നല്ലാതെ ഒരു നോവൽ വായിക്കുക എന്നുള്ള ഒരു ശീലമേ മാറിപ്പോയി. ആ സമയത്താണ് ഇത് യൂട്യൂബിൽ തന്നെ വൈറലായി പോയ ഒരു നോവലായിട്ടിത് മാറിയത്. അതുകൊണ്ട് തന്നെ ഞാനിത് വായിക്കുക എന്നുള്ള ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫീലിംഗാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നല്ലൊരു, എന്താ അതിന് നമ്മൾ പറയുക, നമ്മൾ ഈ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്നത് നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടായിരിക്കും. അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും എൻ്റെ മനസ്സിൽ പലതരം, എന്താ ഞാൻ അതിനെ പറ്റിയിട്ട് പറയുക, ഒരു സിനിമയിൽ ഞാൻ കുറേ കഥാപാത്രങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത്
പല സിനിമകളിലും കാണുന്ന നടൻ നടിമാരെ ഉപമിച്ചുകൊണ്ടാണ് ഞാൻ ഈ നോവൽ വായിച്ചത്. അതുകൊണ്ടാണ് ഇതൊരു സിനിമാറ്റിക് നോവലാണെന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി തന്നെ ഇതിനെ നോക്കി കാണാൻ പറ്റുള്ളൂ. അത്രയും മനോഹരമായിട്ടാണ് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുള്ളത്. ഞാൻ ഇതിലുള്ള കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ സൂപ്പർ സ്റ്റാറായ പല ആക്ട്രസിനെയും ഞാനിതിൽ ഉപമിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണേ. നിങ്ങൾക്ക് ഇനി എന്നെ വേണമെങ്കിൽ അയ്യോ ഇതെന്ത് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാം. അതെ, റാം കെയർ ഓഫ് ആനന്ദി നമ്മുടെ ചെന്നൈ നഗരത്തെ അതിമനോഹരമായി വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ സാഹിത്യകാരൻ നമ്മളെ ചെന്നൈയിലെ ഓരോ വഴികളിലൂടെയും ഓരോ മനുഷ്യരുടെ ജീവിതത്തിലൂടെയും നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു നോവലായിട്ടാണ് എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി കണ്ടത് എനിക്ക് തോന്നിയത്. അതിൽ സ്നേഹമുണ്ട്, പിണക്കമുണ്ട്, പരിഭവമുണ്ട്, ദേഷ്യമുണ്ട്, കാപട്യമുണ്ട്. എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ മനുഷ്യരിലും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളെ വർണ്ണമനോഹരമായി വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നോവലായിട്ടാണ് റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് തോന്നിയിട്ടുള്ളത്. റാം, ആനന്ദി, മല്ലി, രേഷ്മ, വെട്രി, പാട്ടി, അങ്ങനെ പലതരം കഥാപാത്രങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നു. ദുഷ്ട കഥാപാത്രങ്ങളായ പോലീസുകാർ, സ്നേഹമുള്ള പല തരത്തിലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് അഖിൽ പി ധർമ്മജൻ എഴുതിയ ഈ സിനിമാറ്റിക് നോവൽ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ ഉള്ളടക്കം ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാനിത് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ വായിക്കുന്നവർ വായിക്കട്ടെ അല്ലേ. പക്ഷെ എന്തുകൊണ്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ ഒരു നോവൽ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു ഫോണിലൊരു സിനിമ കാണുന്നില്ലേ, നമ്മൾ ടി വിയിലൊരു സിനിമ കാണുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ എല്ലാ ചിത്രങ്ങളും ഉണ്ടാകും. ആ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടുപോകുന്നത്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട 4 വരി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പുസ്തകത്തിൽ മാത്രമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ കൂടി കുറിച്ചിട്ട 4 വരികളാണത്. ഇതാ, ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഈ 4 വരികൾ. അതെന്താണെന്ന് നോക്കാം. എടാ റാം, ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാം. നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെയും നമ്മൾ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതവർ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മളും രഹസ്യമായി ആരെയൊക്കെയോ പ്രണയിക്കുന്നുണ്ട്. നമ്മൾ അത് അവരോട് വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഇത്രയും മനോഹരമായ ഒരു സിനിമാറ്റിക് നോവൽ നമുക്ക് സമ്മാനിച്ച അഖിൽ പി ധർമ്മജനെ ഞാൻ നന്ദി സൂചകമായി അറിയിക്കുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോവലിൻ്റെയൊക്കെ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ട്, എന്തൊക്കെ ശരികളുണ്ട് എന്നൊന്നും എനിക്കറിയുന്നില്ല. ഇത് കാണുന്നവർക്ക് ഇതിനെ പറ്റിയിട്ട് വല്ല അറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.